ചൈനയുടെ ഔദ്യോഗിക മാധ്യമമായ ഗ്ലോബൽ ടൈംസ്, ആ ടൈംസിൽ വന്ന ഒരു ലേഖനം, ആ ലേഖനം വായിച്ച ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളടക്കം ചങ്കിലെ ചൈനയായി കൊണ്ടു നടക്കുന്നവർക്കടക്കം വലിയ അമ്പരപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ഭാരത് നരേറ്റീവ് എന്ന് പറയുന്ന തലക്കെട്ടിൽ തുടങ്ങുന്ന ലേഖനം. ആ ലേഖനം എഴുതിയിരിക്കുന്നത് ഷാങ്ഹായിലുള്ള ഫുഡ് സർവകലാശാല ഡയറക്ടർ ഷാങ് ജിയോദേഗാണ് എഴുതിയിരിക്കുന്നത്. ആ ലേഖനത്തിൽ അടിവരയിട്ട് പറയുന്നു, കഴിഞ്ഞ 4 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യ വലിയ വളർച്ച നേടിയിരിക്കുന്നു, സാമ്പത്തിക വളർച്ച നേടിയിരിക്കുന്നു. ഒപ്പം തന്നെ നാഗരിക ഭരണത്തിലെ വലിയ മുന്നേറ്റം, അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള നയതന്ത്രബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. യുദ്ധങ്ങളിൽ പോലും ഇന്ത്യ സൂക്ഷ്മതയിലുള്ള നിലപാട് സ്വീകരിക്കുന്നു. മുൻപ് ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ ഇറക്കുമതിക്കായിരുന്നു അവർ പ്രാധാന്യം നൽകിയെങ്കിൽ ഇന്ന് അവർ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകുന്നു. ഇന്ത്യൻ ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നതിന് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഗ്ലോബൽ ടൈംസ് പറയുമ്പോൾ, ചൈന പോലും ഇന്ത്യയുടെ ശത്രു രാജ്യം, ഇല്ലെങ്കിൽ ചൈന ശത്രുവായി കാണുന്ന രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ ഭരണാധികാരിയെക്കുറിച്ചാണ് ഇത്തരമൊരു ലേഖനം ചൈനയുടെ ഔദ്യോഗികമായ മാധ്യമത്തിൽ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.